കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ മാനിഫെസ്റ്റേഷനൊക്കെ പരീക്ഷിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള റിസൾട്ടും വരാതിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ ഈ മാനിഫെസ്റ്റേഷനൊക്കെ വെറുതെ ഉള്ള കാര്യമാണ്, വെറുതെ കുറേ യൂട്യൂബേഴ്സ് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇടുന്ന കാര്യങ്ങളാണ്, ഇതിലൊന്നും ഒരു സത്യമില്ല എന്നൊക്കെ. അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണ്, അതിൻ്റെ ലെവൽ എത്രയാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വരുന്ന 48 മണിക്കൂറിൽ നമ്മൾ ഈ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനിലെ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറും അതിൻ്റെ ലെവലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മാനിഫെസ്റ്റേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് എല്ലാ വസ്തുവിനും ഒരു ഊർജ്ജമുണ്ട്. ഈ ഊർജ്ജത്തിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്നത്. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ വികാരങ്ങൾക്കെല്ലാം ഒരു ഊർജ്ജമുണ്ട്. അപ്പം നമ്മുടെ എനർജി നല്ല പോസിറ്റീവ് എനർജി ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ആകർഷിക്കും. ഇത് ശരിക്കും ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയിലുള്ള റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻസും അതുപോലെ പാട്ടുകളും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് ലഭിക്കുക. ഇതുപോലെയാണ് മാനിഫെസ്റ്റേഷനിലും. നമ്മൾ എന്ത് ഫ്രീക്വൻസിയാണോ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്താണോ അതേ സമാന ഫ്രീക്വൻസിയിലുള്ള കാര്യത്തിനായിരിക്കും നമ്മളും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോ ലെവൽ ഓഫ് ഫ്രീക്വൻസി ആണുള്ളത്, പക്ഷെ നമ്മൾ ഹയർ ലെവൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ ഉള്ള ഒരു വസ്തുവിനെയാണ് ആകർഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്കവിടെ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകത്തില്ല. ഇനി മാനിഫെസ്റ്റേഷൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു വിഷ്വലിനെയാണ്. നിങ്ങൾ ഡെയിലി കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതെന്തുമാകാം, പക്ഷെ റെയറായിട്ട് മാത്രം കാണാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഓഡിയോ ആണ്. നിങ്ങൾ കുറേ നാളുകളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൗണ്ട് ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സൗണ്ട് ആകാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആകാം, അല്ലെങ്കിൽ മ്യൂസിക് ആകാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി കേൾക്കാൻ സാധ്യതയില്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു മണിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതും നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് ഓഫ് മണി ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡെയിലി ഒരു 1000 റുപ്പീസ് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000 വരെ മാക്സിമം നിങ്ങൾക്കൊരു ഇമാജിനേഷനിൽ വെക്കുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി വെക്കാം. അല്ലാതെ നിങ്ങൾ 1 കോടി രൂപ 1 ലക്ഷം രൂപ ഹ്യൂജ് മണി, നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത പോലത്തെ ഒരു മണി നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഈ 3 കാര്യങ്ങളും സെലക്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നെ മാറ്റിവെക്കും. നിങ്ങൾ സാധാരണ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുന്നത് പോലെ തന്നെ ഒരു 30 മിനിറ്റ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ശാന്തമായിട്ട് മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങുന്ന ആ സമയമുണ്ടല്ലോ, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയം, അത് നല്ലൊരു സമയമാണ്. അപ്പം നമ്മുടെ ബ്രെയിന് ഒരു ആൽഫ സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. ആ സമയമാണ് എല്ലാ മെഡിറ്റേഷനും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം. പക്ഷെ നിങ്ങൾ കിടക്കുമ്പോൾ തന്നെ വേഗത്തിൽ ഉറങ്ങിപ്പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ശാന്തമായിട്ട് മറ്റൊരു സ്ഥലത്തിരുന്ന് ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോകുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ശാന്തമായി നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തല്ലോ, നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഫിക്സ് ചെയ്തു, ഒരു സൗണ്ടിനെ ഫിക്സ് ചെയ്തു, നിങ്ങളതുപോലൊരു എമൗണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് കേട്ടിട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒബ്ജക്റ്റിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വെറുതെ മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ല, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെന്ന് വിഷ്വലൈസ് ചെയ്ത് ആ ബോർഡിലേക്ക് നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് ലഭിച്ചതിന് വേണ്ടി നിങ്ങൾ നന്ദി പറയുക. ഒരു 21 ടൈംസ് നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒബ്ജക്റ്റ് കിട്ടിയതിൻ്റെ എല്ലാ ഇമോഷനും നിങ്ങൾ ഫീൽ ചെയ്യണം. നിങ്ങൾ എത്രമാത്രം ഹാപ്പിയാണ്, അതിൻ്റെ ഓരോ എനർജി നിങ്ങളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയണം. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് കിട്ടിക്കാൻ നിങ്ങൾ ഭയങ്കര സന്തോഷവാനാവുമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫീലിംഗ് വരുന്നത്, തുള്ളിച്ചാടാനാണ് തോന്നുന്നത്, ആ തുള്ളിച്ചാടുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഇല്ലേ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് നിങ്ങൾ അനുഭവിക്കണം. അതിനുശേഷം നിങ്ങൾ ഓഡിയോ, നിങ്ങൾ ഏത് സൗണ്ടാണോ കേൾക്കാൻ ആഗ്രഹിച്ചത് ആ സൗണ്ട് കേൾക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കാം, ഒരാളുടെ ഫോൺ കോൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, നിങ്ങളത് ശരിക്കും ഫീൽ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുക. ആദ്യത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വിഷ്വൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കാം. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കാം. നിങ്ങൾ ഫീൽ ചെയ്യണം പ്രോപ്പറായിട്ട്. നിങ്ങൾക്ക് ആ സൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമാണ്, നിങ്ങളുടെ ആ ഇമോഷൻ നിങ്ങൾ ശരിക്കും ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ സെല്ലിലും അത് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തതാണ് നമ്മൾ പറഞ്ഞ മണി. ആ മണിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് ബോർഡ് നിങ്ങളുടെ മുന്നിൽ കാണുക. നിങ്ങൾ ആഗ്രഹിച്ച ഒരു എമൗണ്ട് നിങ്ങൾ ആ വൈറ്റ് ബോർഡിൽ എഴുതുക, മനസ്സിൽ എഴുതണം. നിങ്ങളത് ഫീൽ ചെയ്യുക, ഇത്ര എമൗണ്ട് കിട്ടിയതിന് നന്ദി നന്ദി നന്ദി. എഗെയിൻ 21 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുക. ആ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായിട്ട് നിങ്ങളത് അനുഭവിക്കുക. ശരിക്കും ആ ഒരു ഫീലിംഗ്, ആ ഇമോഷൻ കിട്ടണം നിങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. 3 പ്രോസസ്സും ചെയ്തതിന് ശേഷം ശാന്തമായി കണ്ണ് തുറന്ന് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. നിങ്ങൾക്ക് ലഭിക്കുമോ, അത് സംഭവിക്കുമോ, എൻ്റെ മാനിഫെസ്റ്റേഷൻ ടെസ്റ്റ് പരാജയപ്പെടുമോ, ഇതൊന്നും ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഇനി 48 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയി എന്ന് നോക്കണം. ഇന്നത്തെ കാലത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആകസ്മികമായിട്ടാണെങ്കിലും സ്ക്രീനിലൂടെയൊക്കെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ സൗണ്ടും അങ്ങനെ കേൾക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആദ്യത്തെ ഒരു കാര്യമാണ്, അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വിഷ്വലിലൂടെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെവൽ 1-ലാണെന്നർത്ഥം. നിങ്ങൾ വിഷ്വൽ മാനിഫെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സൗണ്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ലെവൽ 2 ആണ്. അതായത് ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കുറച്ച് കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലെവൽ 2-ലുള്ളവർ മാനിഫെസ്റ്റേഷൻ പവർ കുറച്ചും കൂടെ അധികം ആയിട്ടുള്ളവരാണ്. ലെവൽ 3-ൽ ഉള്ളവർ ഉറപ്പായിട്ടും അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള മണി അവരിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതായത് അവരുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ ലെവൽ 1-കാരേക്കാളും 2-ലുള്ളവരെക്കാളും കുറച്ചും കൂടെ അധികമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ശരിക്കും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യേണ്ടത്. മാനിഫെസ്റ്റേഷൻ പവർ വളരെ കുറവാണ്, നിങ്ങൾ 3 കാര്യവും മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ വേണ്ടിയുള്ള, വൈബ്രേഷൻ കൂട്ടാനുള്ള, എനർജി കൂട്ടാനുള്ള പല ടെക്നിക്സുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഈ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ കാര്യം, ഏർലിയർ ടൈമിൽ ഞാൻ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യങ്ങളും നടക്കുകയുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ വൈബ്രേഷൻ കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്തത്. ആ തിരിച്ചറിവ് നേടിയതിന് ശേഷം ഞാൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തപ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ല, വളരെ അധികം കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഫ്രീക്വൻസി ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കി ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടാനുള്ള, അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഫ്രീക്വൻസി കൂട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.